സഫീറ, ഇജ ഫോണിൽ കളിച്ച് അവിടെ ഇരുന്നോ? എന്റെ പുന്നാരമ്മ, ഞാൻ ഫോൺ നോക്കല്ല, പുസ്തകം വായിച്ചിരിക്കാണ്. ഫാത്തിമ, ഒന്ന് വിളിച്ചു നോക്കുവോനെ. മോളെ, അവൻ ഇപ്പോഴും എണീക്കാനായിട്ടില്ലേ? ഞാൻ വിളിച്ചതാണ്, എണീച്ചിട്ടില്ല. നേരെ ഉച്ചയായി ഇഷാമേ, ഒന്ന് എണീക്ക്. എത്ര നേരായി വിളിക്കണേ? അനക്ക് വേണ്ടെങ്കിൽ ഇജ്ജ് കഴിക്കണ്ട. ഇജ്ജ് എന്തിനാ ഓളെ വിഷമിപ്പിക്കണേ? ഹലോ മടുത്തുമ്മ, എത്ര കാലമായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് കൊണ്ടേക്കോളി. ഇന്നെന്താ പ്രശ്നം ഉണ്ടായത്? അന്നോട് അന്ന് തന്നെ പറഞ്ഞതല്ലേ അവിടെ നിക്കണ്ടാന്ന്. നിങ്ങൾ ഇക്കാക്കാനോട് വേഗം വരാൻ പറയും. എന്നെ കൊണ്ട് കയ്യൂലമ്മ അവിടെ നിൽക്കാൻ. ആ സെക്കീറെ വാടാ, കേറിയിരിക്ക്. കേറിയിരുന്നൊക്കെ അത്ര മതി. കുറെ കേറിയിരുന്നില്ലേ, ഇനി കേറിയിരിക്കണോ നമുക്ക് തീരുമാനിക്കാം. ഫാത്തിമ, ഇവനെ കൊണ്ട് ആ കുട്ടി വന്ന അന്ന് മുതൽ സഹിക്കാൻ തുടങ്ങി. ഹലോ ഹലോ ഷാമേ, എന്താണ് വിശേഷം? ആരാ മനസ്സിലായില്ലല്ലോ. ഞാനാടാ, വിഷ്ണുവാടാ. ആ വിഷ്ണു, പറടാ. നമ്മുടെ പ്ലസ് ടു ടീമിന്റെ ഗെറ്റ് ടുഗദർ ആടാ മറ്റന്നാളെ. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ വിടാം, നീ ഉണ്ടാവണേ. ഒരുപാടായാലോടാ നമ്മൾ നേരിട്ട് കണ്ടിട്ട്. നീ വരൂലേ? ഓക്കെടാ. ഹലോ, എന്താണ് പരിപാടി? നീ പുറപ്പെട്ടില്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാം ഒത്തുചേരുകയാണ്. നമ്മുടെ പരിപാടി ഇഷാമേ, എത്ര കാലായുടെ കണ്ടിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോഴാ കാണണേ. എന്ത് കോലാടത്. നമ്മുടെ ഹിഷാം ചെക്കനെ ഇങ്ങനെ നടന്നിരുന്ന ആളാ. പണ്ട് ശാരയുടെ പിന്നാലായിരുന്നു. പഹൻ ഇപ്പൊ വേറെ പെണ്ണിനെ കെട്ടി സൂക്ഷിച്ച് ജീവിക്കുകയാണ്. എല്ലാരും മെമ്മറി ഷെയറിംഗിലാവൂല്ലേ?
ഞാൻ പോകട്ടോ. എന്താ പെട്ടെന്ന് പോകുന്നേ? എല്ലാവരോടും ഞാൻ പോകട്ടോ. ഓക്കെ. ആ ഓക്കെ. ഷമേ അങ്ങോട്ട് നോക്കേ. മതിയാടോ ഒലിപ്പിച്ച്. എന്നാലും ഓൾ ഏതാ? എന്റെ മുന്നല്ലേ പെട്ടത്. ഒന്ന് പോടാപ്പാ. നടക്കട്ടെ. വിഷ്ണു വാ, ഒരു കാര്യമുണ്ട്. ആ നാട്ടുകാരുടെ കുട്ടിയെ കാണണം. ഞാനില്ല. വന്നാ കാണുന്ന പെണ്ണുങ്ങളെ പിന്നെ നടക്കാം. ഞാൻ ഇതങ്ങനല്ല, ഇതിൻ്റെതാണ്. വന്നാ വാ. ആ പോടാ. Let's revise our portion. The play opens very beautifully with a fine description of... Ishan, Vishnu, stand up. Okay. Weather, which is hot and sultry. We see the Baldwin family. Book എവിടെ? ഇല്ല. നിന്റെ ബുക്ക് എവിടെ? പുറത്തു പോ. Through this opening, the readers are made ready to receive some bad news that will bring in suspense. ഇതാ നല്ലത്. ഈ കാഴ്ച കണ്ട് നിൽക്കാലോ. അപ്പുറത്തെ ക്ലാസ്സിൽ പോയി പുസ്തകം വാങ്ങിട്ട് വാ. It is time to create a world where all women can meet their potential without... എന്താടോ സാറേ, അവൻ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ല. അപ്പോൾ തനിക്കോ? എനിക്കില്ല. എന്താടോ, ആരെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുക്ക്. എന്താ പേര്?
എടാ എന്നാ പിന്നെ ഓളെ വീട്ട് അഡ്രസ് കൂടി വാങ്ങിച്ചിട്ട് പോടാ. The good man is rewarded. ഇച്ചടാ. The president of Third Nation, the huge prestigious bank come with. ഞാൻ പുസ്തകം കൊടുക്കുമ്പോൾ പേര് കേട്ടോ. താങ്ക്സ്. എനിക്ക് കാര്യം പറയാം. ഞാനൊരു കോപ്പും പറയണ്ട. അനക്കൊല്ലം പറയാണ്ടെങ്കിലേ ഹ്യൂമാനിറ്റീസിന്റെ ഏരിയയിൽ പോയിട്ട് പറയാം. ഇത് കൊമേഴ്സ് ആണ്. ഇവിടെ കിടന്ന് ഉണ്ടാക്കണ്ട. ഇവിടെ കിടന്ന് ഉണ്ടാക്കും ചെയ്യും, ഇവ ഇവിടെ നോക്കും ചെയ്യും. എങ്ങനെയാ ഷഹാന നീ പോയിക്കോ. ഒരു ഷഹാന ഒന്ന് പോടക്കാം. വാടാ. എന്തേലും പറ്റിയോ? എടാ എനിക്ക് ഷാന വേണോ? ധൈര്യമായിട്ട് നോക്കിക്കോ, ഞാനുണ്ട് കൂടെ. അവന്മാരോട് പോകാൻ പറ. നല്ല പണി കൊടുക്കണം. കൊടുക്കണം. ദിവസമായി ഒരു തുടങ്ങിയിട്ട്. ഇഷാമേ, ആ സോറി, ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അത് സാറില്ല, താൻ ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ്. ഇതൊക്കെ മാറിക്കോളും. ജനലോരം ഹിമമുകിലിതളുകളൊരു മൊഴിയെഴുതുമി കഥ ആമ്പൽ പൂവെന്നോ ഈരാവോളം ഒരു താരം നീയേ ഇഴനൂലൊളി തുന്നുമോ അരികിലെ അലരെ ഒരേ കിരണങ്ങളാ ഉയരേ നാം. ഹൃദയമേ നുകരുമോ ഇവളുടെ ഒരു വാക്കും വിടരുമീ നിലവിതിലാരു ഞാനാമോ വരാം നീലാ കൺമുനയിലിതാ നീയൊരാൾ അലിഞ്ഞേതു ജലമാ ഋതുശിശിരമിതാ വഴി നിറയുകയാ വിരൽ തരൂ തഴുക കനവൊരായിരം പൊഴിയുകയായോ അതിലൊരാളിവൾ മധുവായി അറിയുമിന്നു ഞാൻ പലവൊരു മിണ്ടും നിമിഷം പ്രണയം മെല്ലെ ഇതാ ഈരാവോളം ഒരു താരം നീയേ ഇഴനൂലൊളി തുന്നുമോ അരികിലെ അലരെ
2 വർഷം പോയതറിഞ്ഞില്ല. സത്യം. നിങ്ങളെല്ലാവരെയും നല്ല മിസ്സിംഗ് ആയിരിക്കും. ഇവിടുന്ന് പിരിയുമ്പോടാ നഷ്ടപ്പെടുന്നതിന്റെ വേദന മനസ്സിലാവും. കുറച്ച് വർഷം കഴിയുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിക്കണം. അത് ശരിയാ. ശരിക്കും മിസ് ചെയ്യും. ഇനി വിളിക്കാനും കാണാൻ പറ്റില്ല. നീ ഒന്ന് വിളിക്ക്, കുഴപ്പമില്ല. ഇത്രയും കാലം ഇവിടെ നിന്നപ്പോണ്ടായിരുന്ന സന്തോഷം അത് വേറെ തന്നെയായിരുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാലം. അല്ലെങ്കിൽ സന്തോഷത്തിന് ആയുസ് കുറവാണ്. ഹലോ വിഷ്ണു, എന്തായി? അടുത്ത ആഴ്ച പോകണം. ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്കായല്ലോ. പിന്നെ ഇന്ന് രാത്രി ഷഹാൻ്റെ വീട്ടിൽ പോകണം. താൻ എങ്ങനെ ഉണ്ടാവേണ്ടി വരും? അത് പറയരുത്, എങ്ങനെ ഉണ്ടാവേണ്ടി വരും? ആ ഓക്കെ ഓക്കെ, ശരി ശരി. നടക്കുന്നല്ലേ ഇതിന് ഓളെ കാണുമ്പോൾ പിന്നെ പണ്ടാറെടുക്കും. നീ ചങ്കലടാ, ആരെങ്കിലും നോക്കാൻ ആള് കണ്ടേ പറ്റാതെ നടക്കേ. കുനിയാനോ പോടാ പുല്ലേ, ഓണി വലിഞ്ഞ് കയറിക്കോ. എന്നാ ഈ മതിലാട്ടത്തിനൊരു അവസാനം. എൻ്റെ അമ്മേ, അന്തം വിട്ടിരിക്കണ്ട, ആളില്ല നോക്കണം. നോക്കിക്കോളാം. കയറി വേഗം. ചങ്ങായിനെ കൊണ്ട് ബുധനാഴ്ച പോവാളാണ് മനുഷ്യനെ. നേരില്ലാത്ത നേരത്തെ തീരെ പേടിയില്ലാണ്ടായി. തന്നെ കാണാൻ എനിക്ക് എപ്പോൾ ആഗ്രഹം തോന്നുന്നു അപ്പം ഒക്കെ വരും. വരും. ഈ പണ്ടറക്കൊതു അഞ്ചലിക്ക് വിളിച്ചിരിക്കണ സമയത്താ ഒരടുപ്പിലെ ചാട്ടം. ഞാൻ വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതെന്താടാ അങ്ങനെ? നിനക്ക് എപ്പോൾ കാണാൻ തോന്നുന്നു അപ്പോഴേക്ക് നീ വാ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഷാന, എൻ്റെ സ്നേഹം എനിക്ക് ലൈഫ് ലോങ് അനുഭവിക്കണമെന്നുണ്ട്. ഞാനെപ്പോഴും ആലോചിക്കും നമ്മുടെ ആ സ്കൂൾ കാലഘട്ടം ഒന്ന് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ലല്ലോ. എന്നിങ്ങനെ പേടിച്ച് കാണാൻ വരുന്നത് തന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഒരിക്കലും തിരിച്ചു പോകരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോയില്ല. അല്ല ഇജ്ജ് ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാ? ഇജ്ജ് പോരുണ്ടോ? ഇതാ വരുന്ന കോപ്പേ, നിനക്ക് പോണം. ഞാൻ പോയി ഷാന, ഞാൻ അവിടെ തിരിച്ച് വിളിക്കാം. ഓക്കേടാ. അല്ല ഷാന, ഇപ്പൊ വീഡിയോ കോൾ തന്നെ ഉള്ളൂ. എന്താ ഞാൻ വീഡിയോ കോൾ ചെയ്യണ്ടേ? എന്നാ കട്ടാക്കിക്കോ. കട്ടാക്കണ്ട. എന്നാ എന്നെ കാണാൻ വരിക? പരിപാടി ഷാന, ഹലോ ഷാന.
ഷഹന കട്ടക്കളെ ഷഹന. എന്താ ഷഹന ഫോൺ എടുക്കാതെ? നമുക്കെല്ലാം മതിയാക്കാം. നമ്മുടെ വീഡിയോ കോൾ ഇപ്പോൾ കണ്ടിട്ട് ആകെ പ്രശ്നമായിക്കണം. ഈ പോയിക്കോ. നീ എന്തൊക്കെയാ പറഞ്ഞു ഷഹന? എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ സാഹചര്യം വളരെ മോശം. ഇനി നീ എന്നെ കാണാൻ വരരുത് പ്ലീസ്. ശിരകളിലായി വാ ആളും തിരകളിലടിയേ ഐഷാമേ ഇങ്ങണ്ടാണ് പോകുന്നത് എനിക്ക് തോന്നി. പഴയതൊക്കെ ആലോചിച്ച് ഇവിടെ ഇരുന്നു. എല്ലാവരും പോയാ? ആ എല്ലാവരും പോയി. എടാ ഞാൻ നിൻ്റെ വീട്ടിൽ പോയിരുന്നു. അതെ ഉമ്മ എല്ലാം പറഞ്ഞു. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. ഷഹാനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അവളുടെ സ്ഥാനത്ത് വേറെ ആളെ എനിക്ക് കാണാൻ കഴിയില്ല. എടാ ഇഷാമേ നീ ഇത് നോക്കി. ജാബിറും ഷാനെ നിന്നെ ചതിച്ചതാടാ. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. നിന്റെ മുന്നിൽ അവര് ബെസ്റ്റിയായിട്ട് അഭിനയിച്ചതാടാ. ഒന്നും അറിയാതെ നീ മണ്ടനായില്ലേ? എന്തിന് കൂടുതൽ പറയണത്? അവളെ നിൽക്കാതെ നടന്ന നിന്റെ വീഡിയോ കോൾ കണ്ട് പിടിച്ചിട്ടൊന്നും അല്ല. എനക്കറിയോ ജാബിർ അധിക ദിവസം അവളുടെ റൂമിൽ തന്നെ ഇരുന്നോടാ. ഷാനയുടെ റൂമിൽ വെച്ച് ജാബിറിനെ അവളുടെ ഉപ്പ കയ്യോടെ പൊക്കിയതാ. എന്നിട്ട് ഇതെല്ലാം അറിയാതെ കെട്ടിയ പെണ്ണിനെ കരപ്പിച്ച് നടന്നോ? ഷാമേ ഈ പാത്തുവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരാം.
എന്തു പറ്റിക്ക? ഫാത്തി, നീ എന്നോട് ക്ഷമിക്കുക. അതൊന്നും സാരല്ലക്ക. ഇക്കെന്നെ കാണാൻ വന്നല്ലോ. കാണാൻ വേണ്ടി മാത്രമല്ല, ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. പടരാമോ രാവിനാരോ നീ അകലെ ആടും ശിരകളിലായി വാ ആടും തിരകളിലടിയേ